ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരു ടീച്ചറിൻ്റെ പേര്, ഒറ്റ ടീച്ചറിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് ആരുടെ പേര് ഓർമ്മ വരും? ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തേക്കുന്നത്. എനിക്ക് ടീച്ചറല്ല പറയാൻ പറ്റും, എനിക്ക് പ്രിൻസിപ്പളാണ്. കാരണം ഞാൻ പ്രിൻസിപ്പളുടെ അത് ആ സ്കൂളിൽ മൊത്തം ശ്രേയ പ്രിൻസിപ്പളുടെ ആളാണ്, അങ്ങനെയായിരുന്നു എല്ലാവരും പറയാം. ശ്രേയടുത്ത് സീക്രട്ട് പറയേണ്ട, അവള് പ്രിൻസിപ്പളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് എന്റെ ഫ്രണ്ട്സ് വരെ അകറ്റിയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. കുറച്ചു കാലം ഞാൻ അതിന്റെ മുകളിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫാദർ തന്നെയാണ് എനിക്ക്. ശരിക്കും അങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെയെന്ന് പറഞ്ഞാൽ പാര വെക്കാല്ല. ഞാൻ എന്റെ ഒരു ടൈപ്പ് എന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ ക്ലോസ് ആണെങ്കിൽ ഞാൻ എല്ലാം അല്ല, പക്ഷെ അങ്ങനെ കുറ്റമായിട്ട് ഞാൻ പറയില്ല. പക്ഷെ അതായത് ഇപ്പൊ മെയിൻ ആയിട്ട് പ്രശ്നം അന്നത്തെ ടൈമിൽ ഈ റിലേഷൻഷിപ്പ്, അത് അവനിഷ്ടാണ്, ഇത് ക്രഷാണ്, അങ്ങനത്തെ ഒക്കെ ആയിരുന്നു ആ കാലത്ത്. അപ്പൊ അതൊക്കെ ഫാദർ അടുത്ത് പറയുമ്പോൾ എനിക്കൊരു ചമ്മലൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും ബാക്കി എന്റെ ഡെയിലി എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടാ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറയാറില്ല. പക്ഷെ എന്തുകൊണ്ടോ അന്ന് മുതലേ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, അങ്ങനത്തെ വിഷമങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ആ ടൈമിൽ. ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ശ്രേയക്കുട്ടി എന്ന് പറയുമ്പം അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രേക്ഷകർ കാണുന്നത് ഒന്ന് മീനാക്ഷിനെയും ഒന്ന് അനിഖേനെയാണ്. ശരിക്കും നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എങ്ങനെ? ഞങ്ങൾ തമ്മിലുള്ള മീനാക്ഷിയുടെ കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അമറക് ബ്രാന്തോണി മൂവി, അതിന്റെ ഓഡിയോ ലോഞ്ചിന് അന്നാണ് ഞാൻ മീനാക്ഷിനെ ആദ്യമായിട്ട് കാണുന്നത്. മീനാക്ഷി ഇങ്ങനെ ഓടിക്കളിക്കുന്നതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടു. പക്ഷേ നമ്മൾ ഇപ്പോഴാണെങ്കിലും നമ്മൾ അന്നും അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഷോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷൂട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. അതല്ലാതെ നമ്മളിപ്പോൾ വിളിക്കലോ അല്ലെങ്കിൽ ഒക്കെ ഭയങ്കര റെയറായിട്ടായിരുന്നു. അന്ന് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഫോണില്ല, അച്ഛന്മാരോ അമ്മമാരുടെ ആരെങ്കിലും ഫോൺ എടുത്ത് വേണം വിളിക്കാം. അതുകൊണ്ട് അന്നും തീരെ വിളില്ല. ഇപ്പോഴാണെങ്കിലും ഞങ്ങൾ അങ്ങനെ വിളിക്കൽ കാര്യങ്ങൾ ഷെയർ ചെയ്യലൊന്നുമില്ല. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ആ ബോണ്ട് ഇപ്പോഴും ഉണ്ട്. അത് ഭയങ്കര ഒരു സർപ്രൈസിങ് ഫാക്ടറാണ് ഞങ്ങൾക്കിടയിൽ. കാരണം എത്ര വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടാലും എടി പിന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. ഡെയിലി സംസാരിക്കുന്നില്ലെങ്കിലും ആ ഒരു ബോണ്ടിങ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫ്രണ്ടാണ് മീനാക്ഷി എൻ്റെ. പിന്നെ അനിക അതുപോലെ. അനികനെ കുറച്ച് നല്ല പ്രായം മുതലേ അറിയാം, കാരണം അനിക കോഴിക്കോട് തന്നെയാണ് അവളെ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പരിചയപ്പെട്ടത്. പക്ഷെ ഇപ്പം എൻ്റെ കോളേജിൽ സീനിയർ ആയിരുന്നു. ഇപ്പം ഞങ്ങൾ ഒരേ ഫ്ലാറ്റിലാണ് താമസിക്കുന്നതും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇപ്പം ഞങ്ങൾ ഫ്രണ്ട്സിൽ നിന്ന് എടാ പാലുണ്ടോ, എടാ മറ്റേതുണ്ടോ, പറിച്ചതുണ്ടോ എന്ന് വെച്ച് വിളിക്കുന്ന ഒരു ബോണ്ടിങ്ങിലേക്കായി.